ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പോവുകയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലത്. നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഡെറിവേഷൻസ് പഠിക്കുന്നുണ്ട്, കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കുന്നുണ്ട്. അത് മാത്രമാണ് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് എക്സാമിന് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇൻഡയറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഈ സിലബസ് ബേസ്ഡ് തന്നെയാണ്. എങ്കിലും അല്പം ഒന്ന് ആലോചിക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ആൻസർ ചെയ്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ റിവിഷൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ആൻസർ ചെയ്ത് പോകും. അപ്പോഴാണ് ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ തിയറിയും കുറച്ച് പ്രോബ്ലവും മാത്രം പഠിച്ചിങ്ങനെ വരികയായിരുന്നു. നമ്മളിനി സ്പീഡപ്പ് ചെയ്ത് വരുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ റിവിഷൻ ചെയ്ത് വരുന്നു. ഇതെല്ലാം കൂടെ ഒരു ദിവസം ഒന്നിച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പം എനിക്ക് അത് ടൈം അതിനനുസരിച്ച് കീപ്പ് ചെയ്താണ് ഞാൻ ഇട്ടിട്ട് വരുന്നതേ. കാരണം നമ്മളിവിടെ റെഗുലറായിട്ട് ട്യൂഷൻ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളെ എപ്പോൾ പഠിപ്പിച്ചാൽ അത് എക്സാമിന് എഴുതുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ കുറേശ്ശെ വീഡിയോസ് അയക്കുന്നത്. ഒന്നിച്ച് അയക്കാത്തതിൻ്റെ കാരണവും അത് തന്നെയാണ്, ഒന്നിച്ച് പഠിപ്പിക്കാത്തതിൻ്റെ റീസൺ അത് തന്നെയാണ്. അതുകൊണ്ട് ആർക്കും പ്രയോജനം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 1ഓ പാർട്ട് 2ഓ പാർട്ട് 3ഓ എത്ര പാർട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റും കഴിയില്ല. കഴിയുന്ന അത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലിസ്റ്റ് എനി 2 ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്താണ്? ഇലക്ട്രിക് ചാർജിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയാം, ഈ ടു പോസിറ്റീവ് ചാർജാണ് റിപ്പൽ ചെയ്യും, പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ അറിയാം. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ബേസിക്കായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ബേസിക്കായിട്ടുള്ള പ്രോപ്പർട്ടി, ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് 2 പ്രോപ്പർട്ടി ഞാൻ പറയാം. മറ്റേതും ബേസിക് പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷേ ഇവർ ഓൾറെഡി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഒക്കർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബേസിക് പ്രോപ്പർട്ടീസ് 2 ബേസിക് പ്രോപ്പർട്ടീസ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ബേസിക്കായിട്ടുള്ള പറയുന്നത്. ഒന്നാമത്തെ ബേസിക് പ്രോപ്പർട്ടി, ചാർജിനെ സംബന്ധിച്ച് എപ്പോഴും ബേസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റിൽ നമുക്ക് പറയേണ്ടത് എന്താണ്? ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജാണ്. വാട്ട് ഈസ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്? ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് തന്നെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? ഇലക്ട്രോണിൻ്റെ ചാർജ്, 1 ഇലക്ട്രോൺ, ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ ഈക്വൽസ് 1.6 × 10⁻⁻19 കൂളമ്പാണ്. അപ്പോൾ ചാർജ് എപ്പോഴും ഇതിൻ്റെ ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. എപ്പോഴും മനസ്സിലായില്ലേ? ചാർജ് എപ്പോഴും ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ കോക്കനട്ട്, തേങ്ങ കടയിൽ നിന്ന് വാങ്ങും. 1 തേങ്ങ, 2 തേങ്ങ, 3 തേങ്ങയാണ് വാങ്ങിയുള്ളൂ. ഒരിക്കലും ഹാഫ് തേങ്ങ നമ്മൾ ചോദിച്ചു തരില്ല. അവർ ഒരു ഹാഫ് തേങ്ങ തരുമെന്ന് പറഞ്ഞാൽ അയാൾ പറയും തരില്ല, 1 തേങ്ങ. അപ്പോൾ തേങ്ങ എന്ന് പറയുന്നതാണ് ഈ ഇലക്ട്രിക് ചാർജെങ്കിൽ 1 തേങ്ങ, 2 തേങ്ങ, 3 തേങ്ങ, അങ്ങനെ നമുക്ക് അതിന് എന്താക്കാം? ഫ്രാക്ഷണൽ വാല്യൂ ആക്കാൻ പറ്റില്ല, 1/2 എന്നാക്കാൻ പറ്റില്ല, പോയിൻറ്റോ ഡെസിമൽ പ്ലേസ് ഒന്നും വരാൻ പറ്റില്ല. ഹോൾ നമ്പർ ആയിരിക്കും n എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ശരിയാണ്. നമുക്കറിയാം ഇലക്ട്രോണിനെ പിന്നെ നമുക്ക് സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. 1 ഇലക്ട്രോണിന് 1.6 × 10⁻⁻19 കൂളം ഉണ്ട് ഒരു ഇലക്ട്രോണിക് ചാർജ്. അപ്പോൾ 2 ഇലക്ട്രോണിക് ചാർജ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോണിൻ്റെ ചാർജാണ്. 3 ഇലക്ട്രോണിക് ചാർജ് എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഒരിക്കലും 3.5 ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇലക്ട്രോണിനെ പിന്നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഏതൊരു ബോഡിയുടെയും ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ചാർജ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ ആണ്. അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഓൾവേസ് Q ഈക്വൽസ് NE ആണ്. N ഈസ് ഇൻറ്റേജർ ആണ്. ഓക്കെ, അതാണ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് പ്രോപ്പർട്ടി, ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇനി ബേസിക് ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടി ഞാൻ പറയാം, കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് കൺസേർവ്ഡ് ആണ്. കൺസർവേഷൻ, ചാർജ് പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ചാർജിനെ ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്താനൊന്നും പറ്റുന്നില്ല. മാസിൻ്റെ കൺസർവേഷൻ ഉണ്ട്, എനർജിയുടെ കൺസർവേഷൻ ഉണ്ട്, അതുപോലെ ചാർജിൻ്റെ കൺസർവേഷൻ ഉണ്ട്. അപ്പോൾ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജാണ് ഞാൻ സെക്കൻഡ് ബേസിക് പ്രോപ്പർട്ടി ആയിട്ട് ഞാനിവിടെ പറയുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജാണ്. അത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ എ ബോഡി ഹാവ് എ ചാർജ് ഓഫ് 0.8 × 10⁻⁻19 കൂളം? 0.8 × 10⁻⁻19 കൂളം. 0.8 × 10⁻⁻19 കൂളം. പ്രത്യേകം നോട്ട് ചെയ്യുക, 0.8 × 10⁻⁻19 കൂളം. ഇവിടെ എന്താണ്?
ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് തന്നെ 1.6 ഉണ്ട് ഇൻറ്റു 10⁻19 കുളമ്പ് ഉണ്ട്. അപ്പോൾ 1.8 ഇൻറ്റു 10⁻19 കുളമ്പ് ഇതിൻ്റെ നേരെ ഹാഫ് അല്ലേ? ഇതിന് നേരെ ഹാഫ് അല്ലേ? ഈ ഇലക്ട്രോണിക് ചാർജിനെ പിന്നെ ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, പറ്റില്ല. അപ്പോൾ അത് നമുക്കറിയാം, ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി എന്താണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ നേരെ ഹാഫാണ് തന്നിരിക്കുന്നത്. ഒരിക്കലും ഹാഫ് ചാർജ് വരില്ല. അപ്പോൾ ബോഡിക്ക് അങ്ങനെ ഒരു ചാർജ് ഉണ്ടാവാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പക്ഷെ നമുക്കത് അറിയാം. പക്ഷേ അത് നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതും? അത് എഴുതുമ്പോൾ നമുക്കറിയാം Q ഈക്വൽസ് NE ആണ്. ഹിയർ Q ഈസ് ഗിവൺ. വാട്ട് ഈസ് Q? Q ഈസ് 0.8 ഇൻറ്റു 10⁻19 കൂളമ്പാണ് Q. യെസ്. What is N? N equals Q by E. That is N equals 0.8 into 10⁻19 coulomb divided by is 1.6 into 10⁻19 coulomb. It is 0.5. It is a fraction. 0.5 എന്ന് പറയുന്നത് എന്താണ്? 5/10, that is 1/2. ഫ്രാക്ഷണൽ വാല്യൂ ആണ് അല്ലേ? ഒരു ഹോൾ നമ്പർ വാല്യൂ അല്ല, ഫ്രാക്ഷണൽ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയും? N is a fractional value. N is a fractional value. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇങ്ങനെ 0.8 ഇൻറ്റു 10⁻19 കുളമ്പ് എന്ന് പറയുന്ന ഒരു ചാർജ് ഒരു ബോഡിക്ക് ഉണ്ടാവുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്ന ബേസിക് പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലേ? യെസ്. എ ക്യൂബിക്കൽ അയൺ ബ്ലോക്ക് ഒരു ക്യൂബിക്കൽ അയൺ ബ്ലോക്ക് ആണ്. എ ക്യൂബിക്കൽ അയൺ ബ്ലോക്ക് ഈസ് ഗിവൺ എ ചാർജ് ഓഫ് +40 mc. നമുക്ക് ചാർജ് നോക്കാം. ഒരു ക്യൂബിക്കലായിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? ഹൗ മെനി ഫേസ്? 6 ഫേസ് ഉണ്ടല്ലേ? 6 ഫേസ് ഉണ്ട്. പിന്നെ ചാർജ് കൊടുത്തിരിക്കുന്നത് എത്രയാണ്? +40 mc ചാർജാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഗിവൺ എ ചാർജ്, ഈ ബ്ലോക്കിന് കൊടുത്തിരിക്കുന്ന ചാർജ് ഓഫ് +40 mc ആൻഡ് പ്ലേസ് ഇൻ വാക്വം. എന്നിട്ട് ഈ ക്യൂബ് കൊണ്ടുപോയിട്ട് ക്യൂബിക്കൽ ബ്ലോക്ക് കൊണ്ടുപോയിട്ട് വാക്വത്തിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇത് വാക്വത്തിൽ നമ്മൾ കൊണ്ട് +40 mc ചാർജ് കൊടുത്തിട്ട് നമ്മൾ വാക്വത്തിൽ കൊണ്ട് പ്ലേസ് ചെയ്തു. എന്താണ് ക്വസ്റ്റ്യൻ? ഗീവ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് വൺ ഫേസ്. വൺ ഫേസിലെ സെൻറ്ററിൽ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന്. ഡയറക്ഷൻ അറിയാൻ ഞാൻ എളുപ്പ വിദ്യ പറഞ്ഞുതരാം. എന്താണ്? ഇവിടെ ഒരു പടക്കം വയ്ക്കുക, ഒരു പടക്കം വെച്ചിട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ അത് തെറിച്ചു പോകണം. എങ്ങനെയാണ്? 6 ഫേസിലേക്കും ഇതിങ്ങനെ തെറിച്ചു അല്ലേ? അത് തന്നെയാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്? ഗീവ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് വൺ ഫേസ്. വൺ ഫേസിന് സെൻറ്ററിലുള്ള ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോർമലി ഔട്ട്വേർഡ്സ് ഫ്രം ദി സർഫേസ്. എന്താണ്? നോർമലി ഔട്ട്വേർഡ്സ് ഫ്രം ദി സർഫേസ്. ഇങ്ങനെ പുറത്തോട്ടായിരിക്കും ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. നോർമലി ഔട്ട്വേർഡ്സ് ഫ്രം ദി സർഫസ്. അതാണ് വൺ ഫേസിലെ സെൻറ്ററിൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് കാൽക്കുലേറ്റ് ദി നെറ്റ് ഫ്ലക്സ് ഡ്യൂ ടു ദി ചാർജ് ക്യൂബ് ത്രൂ വൺ ഫേസ്. വൺ ഫേസിലുള്ള നെറ്റ് ഫ്ലക്സ് ആണ്, ടോട്ടൽ ഫ്ലക്സ് ആണ്. ഒരു ക്യൂബിക്കലായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട്, അപ്പോൾ ഒരു ഗോഷ്യൻ സർഫസ് ആണ്. അപ്പോൾ ഇത് ടോട്ടൽ ഫ്ലക്സ് നമ്മൾ കാണണം. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 1/ε0 ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ് ആണ് അല്ലേ? ε0 എന്ന് പറയുന്നത് ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണ്. പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് 8.85 ഇൻറ്റു 10⁻12 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 40 mc എന്നല്ല കൊടുത്തിരിക്കുന്നത്, 40 mc എന്നല്ല കൊടുത്തിരിക്കുന്നത്, 40 mc എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്തെന്ന് എഴുതാം? 40 mc എന്ന് പറയും 40 ഇൻറ്റു എത്ര കൂളമ്പാണ്? -3. 40 ഇൻറ്റു 10⁻³ ഇതാണ് ടോട്ടൽ ചാർജ്. അപ്പോൾ ടോട്ടൽ ചാർജ് ബൈ പെർമിറ്റിവിറ്റി 1/ε0 ഓഫ് ടോട്ടൽ ചാർജാണ് ഫ്ലക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഈക്വൽസ് ടോട്ടൽ ചാർജ് ബൈ പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റി ഈസ് 8.85 ഇൻറ്റു 10⁻12. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10⁻³ ആണ്, 10⁻12 ആണ്. 10⁻12 മുകളിലോട്ട് പോകുമ്പോൾ 10⁻12 ആവും. അപ്പോൾ -3 12 കൂടി മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും?
ചെയ്ത് നോക്കുക, അറിയില്ല ചോദിക്കുക. 4.51 ഇൻറ്റു 10⁹9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റൈസ് ടു മൈനസ് കിട്ടും. കൂളം റൈസ് ടു മൈനസ് കിട്ടും. അതാണ് എന്ത് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് മനസ്സിലായതാണ് ടോട്ടൽ ഫ്ലക്സ്. അപ്പോൾ ഒരു ക്യൂബിക്കലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മളതിൻ്റെ അകത്ത് എന്താണ് ഒരു ചാർജ് വെച്ചിരിക്കുന്നു അല്ലേ, 40 mc ചാർജ് വെച്ചിട്ട് നമ്മൾ വാക്വത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്സ് ടോട്ടൽ ഫ്ലക്സ് എന്താണ്? ടോട്ടൽ ഫ്ലക്സ് ആണ് ചാർജ് ബൈ പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണ്. ചാർജ് ഇവിടെ അറിയാം, പെർമിറ്റിവിറ്റി അറിയാം. പെർമിറ്റിവിറ്റി നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ഇനി ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ്? വിൽ ദെയർ ബി എനി ചാർജ് ഇൻ ദി ഫ്ലക്സ് ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അണ്ടർ വാട്ടർ അല്ലേ? പക്ഷെ മുമ്പ് ടോട്ടൽ ഫ്ലക്സ് അല്ലേ നമ്മൾ കണ്ടുപിടിച്ചുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ടോട്ടൽ ഫ്ലക്സ് കാണാനുള്ളതല്ലോ. എന്താണ്? കാൽക്കുലേറ്റ് ദി നെറ്റ് ഫ്ലക്സ് ടോട്ടൽ ഫ്ലക്സ്, അത് കണ്ടുപിടിച്ചു. ഡ്യൂ ടു ദി ചാർജ് ക്യൂബ് ത്രൂ വൺ ഫേസ്. വൺ ഫേസ് എന്നുണ്ട്. അപ്പോൾ വൺ ഫേസ് ടോട്ടൽ ഫ്ലക്സ് ഇൻ വൺ ഫേസ് എന്ന് പറയുമ്പോൾ ഇത് ടോട്ടലാണ്. 4.51 ഇൻറ്റു 10⁹9 എന്ന് പറയുന്നത് ടോട്ടലാണ്. വൺ ഫേസ് കാണുമ്പോൾ ആകെ ടോട്ടൽ 6 ഫേസ് ഉണ്ട്. അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 0.75 ഇൻറ്റു 10⁹9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റൈസ് ടു -1. അതാണ് വൺ ഫേസിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? ടോട്ടൽ ഫ്ലക്സ് ആണ് ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത്. ടോട്ടൽ ഫ്ലക്സ് അല്ല ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? വൺ ഫേസിലെ ടോട്ടൽ ഫ്ലക്സ് എന്തെന്ന്. അപ്പോൾ 6 ഫ്ലക്സ് ഉണ്ട്. ടോട്ടൽ ഫ്ലക്സിനെ 6 ഫേസ് ഉള്ളപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വൺ ഫേസിലുള്ള കിട്ടൂലേ? യെസ്. നെക്സ്റ്റ് വൺ. വിൽ ദെയർ ബി എനി ചാർജ് ഇൻ ദി ഫ്ലക്സ് ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അണ്ടർ വാട്ടർ ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 81. നമ്മളിത് വാക്വത്തിലല്ലേ വെച്ചിരിക്കുന്നത്. ആ വാക്വത്തിൽ വെച്ചിരിക്കുന്നത് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 81 ആയിട്ടുള്ള വാട്ടറിൽ ഇറക്കി വെച്ചാലോ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. ഈ ടോട്ടൽ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുമോ? യെസ്, ചേഞ്ച് ഉണ്ടാവും. ഇലക്ട്രിക് ഫ്ലക്സ് ഡിക്രീസസ്. ഇലക്ട്രിക് ഫ്ലക്സ് വാക്വത്തിൽ വെച്ചിരിക്കുന്നതിനേക്കാൾ ലെസ്സർ ആയിരിക്കും. എവിടെ? 81 ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള വാട്ടറിൽ വെച്ചാൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡിക്രീസസ് ബിക്കോസ് ഫ്ലക്സ് ഡിപ്പെൻഡ്സ് ഓൺ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി വെച്ചുകൊണ്ട് എന്താണ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. പെർമിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്തപ്പോൾ എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ വാട്ടറിലാണ് ഇത് ഫ്രീ സ്പേസിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ഫ്രീ സ്പേസ് വാട്ടറിലാണ് ഈ ക്യൂബിക്കൽ ബ്ലോക്ക് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യും. കണ്ടോ? ഇത് ഇൻഡയറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇത് ഇൻഡയറക്റ്റ് അല്ല, ഇത് ഡയറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. കാരണം എന്താണ്? നമ്മൾ ചാർജ് പഠിച്ചപ്പോൾ ചാർജ് എന്ന് മാത്രം പഠിച്ചു. ഗോസ് തിയറം പഠിച്ചപ്പോൾ വാട്ട് ഈസ് ഗോസ് തിയറം എന്ന് പഠിച്ചു. ഗോസ് തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഗോസ് തിയറത്തിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് പഠിച്ചു. അപ്പോഴൊക്കെ നമ്മളൊരു കാര്യം വിട്ടുപോകുന്നു. എന്താണ്? ഇത് ഫ്ലെക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് തന്നിരിക്കുന്നത്. ഫ്ലെക്സ് ഗോഷ്യൻ സർഫസിലെ ടോട്ടൽ ഫ്ലെക്സ് എന്ന് പറയുന്നത് എപ്പോഴും ചാർജ് ബൈ പെർമിറ്റിവിറ്റി ആയിരിക്കും എന്നുള്ള ആ കൺസെപ്റ്റ് നമ്മൾ ഓർത്തിരിക്കുന്നില്ല. അതുകൊണ്ട് അതറിയാൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ക്യൂബിക്കൽ ആയിട്ടുള്ള ഇതെന്ന് പറയുമ്പോൾ 6 ഫേസ് ഉണ്ട്. അതുകൊണ്ട് ടോട്ടലിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ കിട്ടുമല്ലോ. ആദ്യം കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ കിട്ടുമല്ലോ. യെസ്. പിന്നെ ഈ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് വെച്ചിട്ടോ ഇതിൻ്റെ ടോട്ടൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമെന്ന് മനസ്സിലായി. അതായത് ഫോക്കത്തിൽ നിന്ന് എടുത്ത് വാട്ടറിലോട്ട് 81 ഉള്ള വാട്ടറിലോട്ട് വെച്ച് കഴിയുമ്പോൾ എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഈ 3 കൺസെപ്റ്റ്സ്, അല്ലെങ്കിൽ 3 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഈ പ്രോബ്ലത്തിൽ വന്നിട്ടുണ്ട്. ഇനി അത് മറക്കില്ല. ഇനി ടോട്ടൽ ഫ്ലക്സ് എപ്പോൾ കാണാൻ ചോദിച്ചാലും നമ്മളെന്താണ്? ഈ ഫോർമുല ഉപയോഗിക്കും. ഓക്കെ. അതുപോലെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്ലക്സ് എന്താണ് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒരാൾക്ക് തന്നെ ഇരുന്ന് ആലോചിച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പലതരം ക്വസ്റ്റ്യൻ കണ്ട് അല്ലെങ്കിൽ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ട് നമ്മളത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന രീതിയിലാവണം. അങ്ങനെ ആവണമെങ്കിൽ കുറേ നമ്മൾ ചെയ്യണം. ഇങ്ങനെ കുറേ ചെയ്യണം. നമ്മൾ സാധാരണ ട്യൂഷൻ പഠിക്കുമ്പോഴും ക്ലാസ് ചെയ്യുമ്പോഴും നമ്മളിതൊന്നും പഠിക്കുന്നില്ല. അതിനാണ് എക്സ്ട്രാ ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ. നമുക്കിനി ഒരുപാട് മുന്നോട്ട് പോകാണ്ട്, ഒരുപാട് ഇങ്ങനെ നമ്മളെല്ലാ ടെസ്റ്റ് ഫുള്ള് പഠിച്ചാലും നമുക്ക് A+ ഒന്നും കിട്ടില്ല. ഞാൻ ഇനി പഠിപ്പിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വീഡിയോസ് കണ്ടാലാണ് കിട്ടുകയുള്ളൂ. അത് പഠിക്കുന്നത് ജസ്റ്റ് ആ ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള വീഡിയോ ഒരിക്കലും മിസ്സാകരുത്.
ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചോളണം. സംശയം കൊണ്ട് ചോദിച്ചോളണം. സംശയം ചോദിക്കേണ്ടി വരില്ല. അതിനകത്ത് സംശയം നിങ്ങൾക്ക് വരില്ല. ഇങ്ങനെ പഠിപ്പിച്ച സംശയം വരില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ പോയിൻറ്റും ഇപ്പോൾ അത് പഠിച്ച് അപ്പോൾ ശരിക്കും ആ തിയറി പഠിക്കാത്തവർ ഈ വീഡിയോ കണ്ടിട്ട് ആ തിയറി ഒന്ന് അപ്പം തന്നെ പഠിച്ചാലേ, അപ്പോൾ തീരില്ലേ, അപ്പോൾ ആ പോർഷൻ അങ്ങ് തീർന്നില്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കറിയാം ഗ്ലാസ് റോഡ്, സിൽക്ക് ഇതൊക്കെ റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നു. അപ്പോൾ 2 മെറ്റീരിയൽസും ചാർജ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. എ ഗ്ലാസ് റോഡ് റബ്ഡ് വിത്ത് സിൽക്ക് ഫൗണ്ട് ടു ഹാവ് അക്വൈസ് എ പോസിറ്റീവ് ചാർജ്. ഗ്ലാസ് റോഡ് സിൽക്കിൽ റബ്ബ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് കിട്ടും. അതെന്താണെന്ന് അറിയാമോ? ഗ്ലാസ് റോഡ് സിൽക്കിൽ റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിൽ നിന്ന് സിൽക്കിലോട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കും. ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു, സിൽക്കിന് ഗെയിൻ കിട്ടുന്നു. അപ്പോൾ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടും, സിൽക്കിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, ഫൗണ്ട് ടു ഹാവ് അക്വൈസ് എ പോസിറ്റീവ് ചാർജ് 6.4 × 10⁻⁻⁷ കൂളംബ്. 6.4 × 10⁻⁻⁷ കൂളംബ് എന്ത് കിട്ടി? ചാർജ് കിട്ടിയിരിക്കുന്നു. ആർക്ക്? പോസിറ്റീവ് ചാർജിൽ കിട്ടിയിരിക്കുന്നു. ആർക്ക് കിട്ടിയിരിക്കുന്നു? റോഡിന് കിട്ടിയിരിക്കുന്നു. 6.4 × 10⁻⁷ കൂളംബ് റോഡിന് കിട്ടിയിരിക്കുന്നു. ഇൻ ദി അബോവ് പ്രോസസ് ചാർജിങ് ഈസ് ബൈ. ഈ പ്രോസസ്സിൽ ചാർജിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കണ്ടക്ഷൻ കൊണ്ടാണോ, ഇൻഡക്ഷൻ കൊണ്ടാണോ, ഫ്രിക്ഷൻ കൊണ്ടാണോ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കൊണ്ടാണോ? ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യപ്പെടുന്നത് ഫ്രിക്ഷൻ കൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ആൻസർ ഇൻ ദി അബോവ് പ്രോസസ് ചാർജിങ് ഈസ് ബൈ ഫ്രിക്ഷൻ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഫ്രിക്ഷൻ എന്നാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ 1.5 ഇലക്ട്രോൺസ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നിലേക്ക് 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാം, 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എന്നിൻ്റെ ഇയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. വിൽ ദി അബോവ് പ്രോസസ് ഒബേ ലോ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്? ഈ പ്രോസസ്സ്, ഈ ഗ്ലാസ് റോഡ് സിൽക്കിനെ റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യുകയും ഗ്ലാസ് റോഡിന് 6.4 × 10⁻⁷ കൂളംബ് ചാർജ് കിട്ടുകയും ചെയ്ത ഈ പ്രോസസ്സ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഒബേ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? യെസ്, ഒബേ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഞാൻ പറയാം. ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യില്ലേ. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഞാൻ നോക്കുകയാണ്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു, ഗ്ലാസ് റോഡിൽ നിന്ന് സിൽക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണണമെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ചാർജാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ ചാർജാണ് തന്നിരിക്കുന്നത്. Q = NE ആണ്. ദെൻ NE = Q/E ആണെന്നറിയാം. അപ്പോൾ NE നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ എന്നാണത്? NE നമുക്കെന്തെന്ന് പറയാം? Q/E. ദാറ്റ് ഈസ് Q ഈസ് ഹിയർ. എത്രയായിരുന്നു Q ഇവിടെ തന്നിരിക്കുന്നത്? 6.4 × 10⁻⁻⁷ കൂളംസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്ക് ഓൾറെഡി അറിയാം. 1.6 × 10⁻⁹ ആണെന്ന് അറിയാം. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കട്ട് ചെയ്തിട്ട് ഇത് മുകളിലോട്ട് കൊണ്ടുപോകാൻ ഡിവൈഡ് ചെയ്യുക. ഇതൊന്നും ഈ ഓപ്പറേഷൻ അറിയില്ല പറയണേ. ഞാൻ പ്രോബ്ലം ചെയ്യിപ്പിക്കുമ്പോൾ ഈ ഓപ്പറേഷൻസൊക്കെ ഞാൻ പറഞ്ഞു തന്നോളാം. 4 × 10⁻12 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. യെസ്, ഹോൾ നമ്പർ കിട്ടി. 4 × 10⁻12 എന്ന് പറയുന്നത് ഇത്രയും ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും. ഹോൾ നമ്പറിലേത് 4 × 10⁻12 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഒബേ ചെയ്യും. തീർച്ചയായിട്ടും ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഒബേ ചെയ്യും. എന്താണ് ഇതിൽ നിന്ന് മീൻ ചെയ്തത്? ഇലക്ട്രോൺസ് 4 × 10⁻12 ഇലക്ട്രോൺസ് പോയി. നമുക്കിവിടെ 4.5 എന്നെങ്ങാനാണ് കിട്ടിയെങ്കിൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഒബേ ചെയ്യില്ല. കാരണം ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോണായിട്ട് പോവുകയുള്ളൂ. 1 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ, അല്ലാണ്ട് 1.5 ഇലക്ട്രോൺ എന്നൊന്നും പറഞ്ഞു പോവില്ല. ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി. നമ്മൾ പ്രോബ്ലം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി എന്താണ്? 4 × 10⁻12 ഇലക്ട്രോൺസ്, അതായത് 4 ഇട്ടിട്ട് ഒരു 12 ഇട്ട് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്ര ഇലക്ട്രോൺസ് പോയിട്ടുണ്ടെന്ന് കണ്ടു. അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്ന ആ ലോ, ആ ബേസിക് ആയിട്ടുള്ള ആ പ്രിൻസിപ്പിൾ എന്താണ്? ഒബേ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. കണ്ടോ? ഇതും ഇൻഡയറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? അല്ല,
നമ്മൾ ചെറിയ ബുദ്ധി ഉപയോഗിച്ചാൽ മതി, നമുക്കത് മനസ്സിലാവും. അപ്പോൾ എന്താണ്, നമുക്ക് ഈ ഫിസിക്സിനോട് ഇൻട്രസ്റ്റ് തോന്നണം. നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും അതെങ്ങനെ വരും, അതങ്ങനെ വരും, പേടിക്കാതെ പഠിക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, നമ്മുടെ പേടി മാറും. അപ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും. ഓക്കെ, നമുക്കൊരു മറ്റൊരു ചോദ്യം നോക്കാം. In a sodium chloride molecule, there is an attractive force between sodium and chlorine. സോഡിയം ഇവിടെ, ക്ലോറിൻ ഇവിടെ, ഇങ്ങനെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് സോഡിയം ക്ലോറൈഡിൻ്റെ മോളിക്യൂളിലുണ്ട് അല്ലേ. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ സോഡിയം പ്ലസ് അയോൺസ് ആൻഡ് ക്ലോറിൻ മൈനസ് അയോൺസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ലോ ഹെൽപ്പ് us ടു ഫൈൻഡ് ദിസ് അട്രാക്റ്റീവ് ഫോഴ്സ്? സോഡിയം ക്ലോറൈഡ് മോളിക്യൂളിൽ സോഡിയവും ക്ലോറിൻ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ എന്താണ്, അല്ലെങ്കിൽ ഏത് ലോയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഈ അട്രാക്റ്റീവ് ഫോഴ്സ് കാണാൻ ഹെൽപ്പ് ചെയ്യുന്നത്? സ്റ്റേറ്റ്സ് ദി ലോ ആണ് ഫസ്റ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് പോസിറ്റീവ് ചാർജാണ്, നെഗറ്റീവ് ചാർജാണ്. ചാർജുകൾ അല്പം ഡിസ്റ്റൻ്റായിട്ട് വെച്ചിരുന്നാൽ അപ്പോൾ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ഉണ്ടാവും. ആ ഫോഴ്സ് കാണിക്കുന്ന ലോയാണ് എന്ത്? കൂളംസ് ലോ. നമ്മളോർക്ക് ഇത് വളരെ എളുപ്പമാണല്ലോ എന്ന് ഓർക്കും. അത് വളരെ എളുപ്പമാണ്. ഇപ്പം നോക്കിക്കോട്ടോ, കൂളംസ് ലോ, ഇത് കൂളംസ് ലോയാണ് കാണിക്കുന്നത്. എന്താണ് കൂളംസ് ലോ? ദി ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്. ചാർജസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കൊരു കെ ഒരു കോൺസ്റ്റൻറ്റ് 4πε0 ഇൻറ്റു കെ, ഇതല്ലേ ഫോർമുല? 1/4πε0 ഇൻറ്റു കെ. കെ എന്ന് പറയുന്നത് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദി മീഡിയം ആണ് അല്ലേ. ഓക്കെ, ഇതാണ് ലോ എന്ന് പറയുന്നത്. അത്ര എളുപ്പമാണ്. ഏത് ലോയാണ് കാണിക്കുന്നത് ആ ലോ സ്റ്റേറ്റ് ചെയ്യുക, അത് എളുപ്പമാണ്. ഇനി അടുത്ത പാർട്ട് വരുമ്പോഴാണ് പ്രശ്നം. വൈ സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ ഈസ് ഈസിലി സൊല്യൂബിൾ ഇൻ വാട്ടർ? സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ വാട്ടറിൽ സൊല്യൂബിൾ ആവുന്നത് എന്തുകൊണ്ടാണ്? ഈ ഫോഴ്സും ഈ ലോയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഈ സോഡിയം ക്ലോറൈഡും തമ്മിലൊരു ഫോഴ്സ് ഉണ്ടല്ലേ. ആ ഫോഴ്സ് ഡിക്രീസ് ചെയ്താൽ എന്താണ്? അത് വാട്ടറിലോട്ട് അത് ഡിസോൾവ് ആവും അല്ലേ, ഡിക്രീസ് ചെയ്താൽ. ഇപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഈ ക്രിസ്റ്റലിൽ കൂളം ലോ എന്ന് പറയുന്നത് ഇവിടെ ε0 എടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ മീഡിയം വരികയാണ്. നമ്മൾ വാട്ടറിലോട്ട് ഈ സോഡിയം ക്ലോറൈഡിന് ഇടുമ്പോൾ എന്താണ്? അതൊരു മീഡിയം വരികയാണ്. വാട്ടർ എന്ന് പറയുന്നൊരു മീഡിയം വരികയാണ്. വാട്ടറിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്താണ്? 81 ആണ്. ഈ കെയുടെ വാല്യൂ 81 ആണ്. കെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും തോറും എന്താണ്? ഈ ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. ഫോർ വാട്ടർ മോളിക്യൂൾ K equals 81. Hence the force between two charge in water decreases by 81 times ആയിട്ട് ഡിക്രീസ് ചെയ്യും. അപ്പോൾ 81 ടൈംസ് ആയിട്ട് ഈ ഫോഴ്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ ആ എന്താണ്? സോഡിയം ക്ലോറിൻ തമ്മിലുള്ള ആ അറ്റാച്ച്മെൻറ്റ്, ആ ഫോഴ്സ് ഇല്ലാതാവുകയും സ്പ്ലിറ്റ് ആവുകയും ചെയ്യുന്നു. ആസ് എ റിസൾട്ട് സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ ഈസ് ഈസിലി സൊല്യൂബിൾ ഇൻ വാട്ടർ. എഡ്യൂമേറ്റിലുള്ളൊരു ക്വസ്റ്റ്യനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽ എങ്ങനെയാണ് സൊല്യൂബിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് പോകേണ്ട വഴി ഏതാണ്? സോഡിയം ക്ലോറൈഡ് സൊല്യൂബിൾ ആണെങ്കിൽ സോഡിയം ക്ലോറിൻ്റെയും ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയണം. ഇത് എയറിൽ നിന്ന് വാട്ടറിലോട്ട് എടുത്തിടുമ്പോൾ എന്താണ്? അവിടെ എന്ത് ചേഞ്ചാണ് വന്നിരിക്കുന്നത്? മീഡിയത്തിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. മീഡിയത്തിൽ ചേഞ്ച് വരിക എന്ന് പറയുന്നത് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് 81 ആയി. ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യും തോറും എന്താണ്? ഈ ഫോർമുല വെച്ചിട്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് സൊല്യൂബിൾ ആവും. ഓക്കെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എല്ലാവരും കേട്ടക്കുന്ന ക്വസ്റ്റ്യനാണ്, എങ്കിലും ഇതിനോടൊപ്പം ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ക്വസ്റ്റ്യൻ? ഇറ്റ് ഈസ് സേഫ് ടു ബി ഇൻസൈഡ് എ വെഹിക്കിൾ റദർ ദാൻ ഔട്ട്സൈഡ് ഈവൻ വെൻ ദർ ഈസ് എ ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ. ഇടിയും മിന്നലൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വെഹിക്കിളിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. എല്ലാവർക്കും അറിയാം. ഫിസിക്സ് അറിയില്ലാത്ത ആളുകൾക്കും അറിയാം വെഹിക്കിളിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം.
അതെന്താണെന്ന് അറിയാം, കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്തായാലും ഫിസിക്സ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് കാരണം. ഇൻസൈഡ് എ സ്പെറിക്കൽ ഷെൽ, എന്താണ് കാർ എന്നൊക്കെ പറയുമ്പോൾ സ്പെറിക്കൽ ഷെല്ല് പോലെയാണത് ബിഹേവ് ചെയ്യും. സ്പെറിക്കൽ ഷെല്ല് ഇലക്ട്രിക് ഫീൽഡ് ഈ 0, ഇൻസൈഡ് 0 ആണെന്ന് പറഞ്ഞോളൂ ഞാൻ, അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് 0 ആണ്. ദിസ് ഈസ് കാൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ഇതിനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് സേഫ് ടു ബി ഇൻസൈഡ് എ വെഹിക്കിൾ റാദർ ദാൻ ഔട്ട്സൈഡ്. അതുകൊണ്ട് വെഹിക്കിളിൻ്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത് നല്ലത്, പുറത്തിരിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും വെഹിക്കിളിൻ്റെ അകത്തിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ സോഡിയം ക്ലോറൈഡ് എങ്ങനെയാണ് ഡിസോൾവ് ആവുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടി വരും, അല്ലേ? ഓക്കെ, ഇനി സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു വാട്ടർ വരുന്ന ഒരു പൈപ്പുണ്ട്, ടാപ്പ്, അല്ലേ? ഒരു ടാപ്പാണ്. ആ ടാപ്പിലൂടെ വാട്ടർ ഇങ്ങനെ വരികയാണ്. വാട്ടർ വന്നപ്പോൾ വാട്ടറിനെ അട്രാക്റ്റ് ചെയ്യുകയാണ് ആര്? ഒരു റെക്റ്റാങ്കുലർ പീസ് ഓഫ് ബ്ലോക്ക്, ഒരു ബ്ലോക്കാണ്, പീസ് ഓഫ് ബ്ലോക്ക് ഇവിടെ വെച്ച് വാട്ടറിനെ അട്രാക്റ്റ് ചെയ്യുകയാണ്. ഈ പീസ് ഓഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈസ് ഇറ്റ് എ മാഗ്നറ്റ്? ഇതൊരു മാഗ്നറ്റ് ആണോ? മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുന്ന അറിയാം. ഓർ ഇലക്ട്രിക്കലി ചാർജ് ബോഡി, ഓർ ഇലക്ട്രിക്കലി ചാർജ് ബോഡിയാണോ? എന്താണത്? മാഗ്നറ്റ് അല്ലേ? മാഗ്നറ്റ് ഒന്നും വാട്ടറിനെ അട്രാക്റ്റ് ചെയ്യില്ല. ഇലക്ട്രിക്കലി ചാർജ് ബോഡി അട്രാക്ട്സ് വാട്ടർ ഫ്ലോ. വാട്ടർ ഫ്ലോയെ അട്രാക്റ്റ് ചെയ്യാൻ ഇലക്ട്രിക്കലി ചാർജ് ബോഡിക്ക് പറ്റും. അതുകൊണ്ട് ഈ ബ്ലോക്ക് എന്തായാലും മാഗ്നറ്റ് അല്ല, ഇലക്ട്രിക്കലി ചാർജ് ബോഡിയാണ് എന്ന് പറയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനൊക്കെ സിമ്പിളായിരിക്കും, പക്ഷെ ആൻസർ എന്ത് എഴുതണമെന്ന് നമ്മളൊന്നും പതുങ്ങും. ആ സമയം കൊണ്ട് അടുത്ത സമയം പോയിക്കൊണ്ടിരിക്കും, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാനുള്ള സമയമാവും. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യനെ നമുക്ക് ഫേസ് ചെയ്യാൻ ആദ്യമൊക്കെ കുറച്ച് പാടാണ്, കാരണം നമ്മളത് എഴുതിയാൽ തെറ്റുമോ എന്ന് തോന്നലാണ്, അല്ലേ? ഇവിടെ ഈസിറ്റ് മാഗ്നറ്റ് ഓർ ചാർജ് ബോഡി എന്ന് പറഞ്ഞാൽ ആർക്കും എഴുതാം, അത് മാഗ്നറ്റ് അല്ലെന്ന് അറിയാം. ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അട്രാക്റ്റ് ചെയ്യുന്നത്? ഒരു ബ്ലോക്ക് കാണിച്ചു, ഇതെന്തുകൊണ്ടാണ് അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അപ്പം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ വാട്ടർ, അങ്ങനെ അതുപോലെ ഹെയർ, അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന എപ്പോഴും മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ല, അത് ഇലക്ട്രിക് പ്രോപ്പർട്ടിയാണ്. ചാർജ് ബോഡി അട്രാക്റ്റ് ചെയ്യും. ഒരു ബോഡി ചാർജ് ആവുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. എന്താണ് അതിന് വിവിധ മെത്തേഡ് ഞാൻ പറഞ്ഞു. എന്തായാലും റബ്ബിങ് കൊണ്ട്, ഫ്രിക്ഷൻ കൊണ്ട് ചാർജ് ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. ഒരു ബോഡിയെ നമ്മൾ എങ്ങനെയെങ്കിലും ചാർജ് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ ലൈറ്ററായിട്ടുള്ള ചില സാധനങ്ങൾ കാണിച്ചത് അട്രാക്റ്റ് ചെയ്യും. അത് ഇലക്ട്രിക്കലി ചാർജ് ബോഡി അട്രാക്ട്സ്. അത് ആ പറയുന്ന തിയറി വെച്ചിട്ടാണ്, അല്ലേ? ഇവിടെ വാട്ടർ ഫ്ലോയെ അട്രാക്റ്റ് ചെയ്ത് ചാർജ്ഡ് ബോഡി ആയതുകൊണ്ടാണ്. ഈ ബ്ലോക്ക് ഒരു ചാർജ്ഡ് ബോഡിയാണ്, മാഗ്നറ്റ് അല്ല. ഓക്കെ.